സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുക കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ചാണ്. തൻ്റെ പുത്രൻ്റെ കൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസം ലൂക്കാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന ഈ സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമിയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർദ്ദന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദിനാറ് കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക, പാപിനിയായ ഒരു സ്ത്രീയോട് അവളുടെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിനെയാണ്. ഫരിസേയനാണ് യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുക. ആ ഭവനത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഫരിസേയൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവനിപ്പോൾ തന്നെ സമൂഹത്തിൽ ഒത്തിരിയേറെ പേര് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും അവനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു. അവൻ്റെ പുറകെ ആളുകൾ ഒത്തിരിയേറെ സഞ്ചരിക്കുന്നുണ്ട്. അവൻ പോകുന്ന വഴികളിലെല്ലാം ഒത്തിരിയേറെ അത്ഭുത കൃത്യങ്ങൾ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ തൻ്റെ ഭവനത്തിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അത് തനിക്ക് കൂടി ഒരു അംഗീകാരം നൽകുന്ന സംഭവമായിട്ട് മാറും. മറ്റുള്ളവരെല്ലാം എന്നെ ആ ഒരു തലത്തിൽ നോക്കിക്കാണുന്നതിന് അത് ഇടയാക്കും. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ തീർച്ചയായും ഈ ഫരിസേയൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. യേശുവിലൂടെ തനിക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് അവൻ അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ അവിടെ ഒരു ബേസിക്കായിട്ട് ചെയ്യേണ്ട ആതിഥ്യ മര്യാദകൾ അവൻ മറന്നുപോയി.
ഒരു യഹൂദ കുടുംബത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ തീർച്ചയായും അവർ കാണിക്കേണ്ട ഒത്തിരിയേറെ മര്യാദകളുണ്ട്. അതിലൊന്നാണ് കാല് കഴുകുവാൻ വെള്ളം കൊടുക്കുക എന്നുള്ളത്. ആര് വന്നാലും അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം മാത്രമാണ് അവർക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുക. അതിനുവേണ്ടി എപ്പോഴും അവർ വാതിക്കൽ തന്നെ വെള്ളം കരുതിയിരുന്നു. അത് അങ്ങോട്ട് വരുന്ന അതിഥിക്ക് കൊടുത്ത് കാല് കഴുകുവാൻ സഹായിക്കുമ്പോൾ അത് ആതിഥേയൻ്റെ മര്യാദയാണ്. എന്നാൽ അതുപോലും ഇവിടെ കാണിക്കുവാൻ ഫരിസേയൻ മറന്നുപോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ അവൻ്റെ അമിതമായ പ്രതീക്ഷകളായിരിക്കാം, അമിതമായി അവൻ തനിക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് അതൊന്നും കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയായിരിക്കാം. കാരണം യേശുവിനെ ആദരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തനിക്കെന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയാണ് ആ ഫരിസേയൻ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ യേശു ആ ഫരിസേയൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ പാപിനിയായ സ്ത്രീ വളരെ വേഗം ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഒരുപക്ഷേ യേശുവിനെക്കുറിച്ച് ഒത്തിരിയേറെ കേട്ടറിഞ്ഞിട്ടുള്ളവളാണവൾ. യേശു എപ്രകാരമാണ് ഈ സമൂഹത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നത് എന്ന് അവൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ മനസ്സിലും അറിയാതെ ഒരു മോഹമുണ്ടായിട്ടുണ്ടാകാം, ആ യേശുവിനെ ഒന്ന് കാണണം. ഞാൻ ഈ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്ക് അനുഭവിച്ചറിയണം എന്ന ഒരു ആഗ്രഹം തീർച്ചയായും ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫരിസേയൻ്റെ ഭവനത്തിൽ യേശു ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വളരെ വേഗം അവൾ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ കണ്ണീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ, പ്രിയമുള്ളവരെ, അവൾ അവിടെ കഴുകിക്കളയുന്നത് തൻ്റെ പാപത്തിൻ്റെ കറകൾ തന്നെയാണ്. ആ ദിവ്യപുരുഷൻ്റെ പാദങ്ങളിലൊന്ന് പിടിച്ചപ്പോൾ തന്നെ തൻ്റെ പാപാവസ്ഥ പൂർണ്ണമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞവൾ തൻ്റെ കണ്ണീരിലൂടെ അതിന് കർത്താവിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിക്കുകയാണ്. ആ സ്ത്രീ തൻ്റെ കണ്ണീരൊഴുക്കുമ്പോൾ പൂർണ്ണമായ ഒരു അനുതാപം തീർച്ചയായും ആ സ്ത്രീയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ സമൂഹം പോലും താൻ ഒരു പാപിനിയാണ് എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രയധികം പാപത്തിലൂടെ കടന്നു പോയവളാണ്. ഈ ദിവ്യപുരുഷൻ്റെ അടുത്ത് ഒന്നിരിക്കുവാൻ പോലും ഉള്ള അർഹത തനിക്കില്ല. എന്നിട്ടും അവൻ എന്നെ അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തവളാണ്. ആ ഒരു ചിന്ത തീർച്ചയായും ആ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ അനുതാപത്തിൻ്റെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അവൾ യേശുവിൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ ആ ഫരിസേയൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇവൻ ഈ പറയുന്ന പോലെ വലിയ ദിവ്യപുരുഷനൊന്നുമല്ല എന്നാണ്. അല്ലെങ്കിൽ ഏത് തരക്കാരിയായ സ്ത്രീയാണ് തൻ്റെ പാദങ്ങൾ ഇതുപോലെ കഴുകി ചുംബിക്കുന്നത് എന്ന് അവന് തിരിച്ചറിയാമായിരുന്നു. ഇവിടെ ഫരിസേയൻ സ്വഗതമായി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഉറക്കെ പോലുമല്ല, മറിച്ച് അവൻ്റെ മനസ്സിലൂടെ ഈ ചിന്തകൾ കടന്നു പോയപ്പോൾ തന്നെ യേശുവിന് അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവിടെ യേശുവിൻ്റെ കൗശലപൂർണമായ ഒരു ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. ചെറിയൊരു ഉപമ പറഞ്ഞുകൊണ്ട് ആ ഫരിസേയൻ്റെ വായിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് യേശു ഇവളോട് അനുതാപം കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് യേശു അവളെ സ്നേഹത്തോടെ നോക്കുന്നത്, അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടുവാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയിലൂടെ കർത്താവിന് എന്താണോ കിട്ടേണ്ടത് ആ ഉത്തരം അവനിൽ നിന്ന് തന്നെ കർത്താവിന് ലഭിച്ചു. പിന്നീട് എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീയോട് ഇതുപോലെ കരുണ കാണിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. അവിടെ കൂടിയിരുന്നവർ പോലും അത്ഭുതപ്പെട്ടു പോയ നിമിഷങ്ങളാണ്. ഇതാ ഇവിടെ ഒരു വ്യക്തി കടന്നു വന്നിരിക്കുന്നു. ആ വ്യക്തി പറയുകയാണ്, ഇവളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവളുടെ പാപങ്ങൾ പോലും ക്ഷമിക്കുവാൻ കഴിയുന്ന ഇവൻ ആരാണ് എന്ന ഒരു ചിന്ത അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴും കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നവളാണ് ആ പാപിനിയായ സ്ത്രീ.
അവൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ട യോഗ്യത പോലും തനിക്കില്ല എന്ന ബോധ്യത്തിൽ തൻ്റെ പാപങ്ങളെല്ലാം തൻ്റെ കണ്ണീര് കൊണ്ട് കഴുകി വെടുപ്പാക്കിയവൾ. അവളുടെ അനുതാപത്തിൻ്റെ ആ കർമ്മം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് കർത്താവ് അവളെ നോക്കി പറയുന്നു. അവിടെയുള്ളവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾക്ക് ആ നിമിഷം എല്ലാം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവളുടെ ജീവിതത്തിൽ നിന്നും ആ പാപത്തിൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെട്ടപ്പോൾ അവൾ അനുഭവിച്ച സന്തോഷം അത് അവൾക്ക് മാത്രം വിവരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കുംഭസാരം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിയായ അനുതാപത്തോടെ നമ്മുടെ പാപഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ ആ കുംഭസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ അവസരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന ആ സമാധാനത്തിൻ്റെ നിമിഷങ്ങളുണ്ട്. അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വിവരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അതൊരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. അതുതന്നെയാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിലും കർത്താവ് നൽകിയത്. മകളെ, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവളുടെ പാപഭാരങ്ങളെല്ലാം ആ നിമിഷം കർത്താവ് ഏറ്റെടുത്തു. അത് അവൾക്ക് അനുഭവവേദ്യമായി. അവളോട് പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക. തീർച്ചയായും കർത്താവ് വാഗ്ദാനം ചെയ്ത സമാധാനം എന്നും അവളുടെ ജീവിതത്തിലുണ്ടായിരിക്കും. എന്നും കർത്താവിനോട് കൂടിയായിരിക്കുവാൻ അവൾ ഇനി പരിശ്രമിക്കും. കാരണം അവളുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിക്കുവാൻ അവൾക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് ആ പാപിനിയോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അവൻ ഒത്തിരിയേറെ കരുണ കാണിക്കുന്നുണ്ട്. ആ കരുണ സ്വീകരിക്കുവാൻ വേണ്ട അർഹത പലപ്പോഴും നമുക്കില്ലാതിരുന്നിട്ടും അവൻ തൻ്റെ കരുണ നമുക്കായിട്ട് നൽകുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ കർത്താവിന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. പാവനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കരുണ കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മോട് കരുണ കാണിക്കുവാൻ കർത്താവ് എന്നും ഉണ്ട് എന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൂർണ്ണമായ അനുതാപത്തോടെ നമ്മൾ കർത്താവിനെ സമീപിച്ചാൽ തീർച്ചയായും നമ്മോടും അവിടുന്ന് കരുണ കാണിക്കും. കർത്താവിലൊന്ന് ഉറച്ച വിശ്വാസം അർപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ വിശ്വാസത്തെ പ്രതി അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പാവനിയായ സ്ത്രീയോട് അവസാനം കർത്താവ് പറഞ്ഞത്, സ്ത്രീ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്നാണ്. ആ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ എന്നും ലഭിക്കണമെങ്കിൽ നമ്മളും ആ പാവനിയായ സ്ത്രീ എപ്രകാരമാണോ കർത്താവിൽ ആശ്രയിക്കുവാൻ തീരുമാനിച്ചത്, അതുപോലെ നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിലേക്ക് കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരെയും കർത്താവ് ഏറ്റെടുക്കും, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. ആ ഒരു ബോധ്യത്തോടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,